ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെപ്പോഴാ നിങ്ങള് വന്നേ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നേ? അല്ല, മുത്തശ്ശിക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നിരുന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. അപ്പൊ പിന്നെ വിളിക്കണ്ടെന്ന് കരുതി. രണ്ടുപേർക്കും പോയി കിടന്ന് ഉറങ്ങാമായിരുന്നില്ലേ? അതെങ്ങനെ? ഞങ്ങൾക്കൊരു മനസ്സമാധാനം വേണ്ടേ? അതെ, ഞങ്ങള് സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടായിട്ടുള്ള മുത്തശ്ശി ഇവിടെ ഓക്കെ ആണെന്ന് കൂടെ ഞങ്ങൾക്ക് തോന്നണം. ഇവിടെ ആരും എന്നെ അംഗീകരിക്കാതിരുന്ന സമയത്ത് മുത്തശ്ശി മാത്രമേ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. മുത്തശ്ശി മാത്രമേ എന്നെ അംഗീകരിച്ചിട്ടുള്ളൂ. ഇവിടെ എനിക്ക് അസുഖം വന്നപ്പോ കൂടെ ഇരുന്നതും പരിചരിച്ചതൊക്കെ മുത്തശ്ശിയാ. അപ്പൊ മുത്തശ്ശിയുടെ കൂടെ ഞാനിരിക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും പറ്റിപ്പോയി ഞാൻ കിടപ്പിലായാ പോലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാളും അടുത്ത് തന്നെ ഉണ്ടാവും. എന്ത് പറ്റിപ്പോവും? ആര് കിടപ്പിലാവുന്നു? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇപ്പൊ ഞങ്ങളെക്കാൾ ആരോഗ്യമുണ്ട് മുത്തശ്ശിക്ക്. ഇവിടെയുള്ളൊരു മുഴുവൻ വീണിട്ട് മുത്തശ്ശി വീഴൂ. എടാ, ചില വീട്ടിലെ കാരണവന്മാരെ കുറിച്ച് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാവരെയും കൊന്നിട്ട് അയാള് ചാവൂന്ന്. അതുപോലെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ എന്നെ? അതെ, നമുക്ക് ഈ വീണ് കിടപ്പാകുന്നതിന്റെയും ചാകുന്നതിന്റെയും കാര്യമൊക്കെ അങ്ങ് മാറ്റിവെക്കാം. അതല്ലോ ഇപ്പൊ നമ്മുടെ പ്രശ്നം. ഇപ്പൊ എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്? കുഴപ്പമില്ല കുട്ടി. നമുക്കൊരു ചുക്കാപ്പിയുടെ ആയാലോ? ഇപ്പൊ വേണ്ട. അതെ, ശ്രീമതി രാധികയുടെ പൊടിക്കൈകൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ. നമുക്ക് നേരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട വേണ്ട, എനിക്ക് നിന്റെ ഡോക്ടർമാരെക്കാൾ വിശ്വാസം എന്റെ കൊച്ചിന്റെ പൊടിക്കൈകളാ. ഇപ്പൊ എങ്ങനെയുണ്ട്? വരുണിന് എന്തെങ്കിലും അസുഖം വന്നാല് വരുൺ പോയി ഡോക്ടറെ കണ്ടോളും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കോ മുത്തശ്ശിക്കോ എന്തെങ്കിലും അസുഖം വന്നാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടൻ രീതികളുണ്ട്. അതും കഴിഞ്ഞിട്ട് കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ മാത്രം ആരെങ്കിലും കാണാം, അല്ലേ മുത്തശ്ശി? അതെ അതെ. എന്നാ ഇനി മക്കള് ചെല്ല്. ഞാനേ ഇനി ഉറങ്ങാൻ കുറച്ച് വൈകും. അത് ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ലോ. നമുക്കേ ഇവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാന്നേ. എടാ, നേരം ഒരുപാടായി. ആയിക്കോട്ടെ, മുത്തശ്ശിയുടെ കൂടെ അല്ലേ?